Hello all. Today we are going to take another chapter in management science, that is transportation problem. If you have any doubt after watching this video, be feel free to ask me at any time. So we know that transportation techniques or transportation problem is mainly focusing on the movement of goods or from one point of destination to another, isn't it? Yeah. And it is a specialized or particular class of allocation problem. It's mainly a linear programming techniques. The main objectives of this transportation problem is to transport the various amount of single homogeneous commodity that which are stored at one point of origin to the another. അല്ലേ? ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിനെ പരിഗണിക്കുക. ഈ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സ് ഒരു പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷനിൽ നിന്ന് മറ്റൊരു പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്. അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തിനു വേണ്ടിയിട്ടായിരിക്കാം ഒരു ഓർഗനൈസേഷൻ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? യെസ്, ഇറ്റ്സ് മെയിൻ റീസൺ ഈസ് ടു മിനിമൈസ് ദ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അല്ലേ? ഓരോ ഓർഗനൈസേഷൻസും കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്നത് ഉദ്ദേശം കൊണ്ടാണ് ഇങ്ങനെ പല ടെക്നിക്സും നമ്മൾ മാനേജ്മെൻറ്റിൽ ഒരു ഓർഗനൈസേഷനിൽ എന്ത് യൂസ് ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത്. സോ വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് techniques is to reduce the transportation cost. So transportation problem means it is a class of allocation problem, and the objective is to transport the various amount of a single homogeneous commodity that which are stored at several origin to a number of destinations. And the transportation effected is such a way that the destinations demands are satisfied with the capacity and distribution of the originals, and the transportation cost should be the minimum. ഇനി പറയാനുണ്ടെങ്കിൽ അപ്പോൾ ഒരു അലോക്കേഷൻ പ്രോബ്ലമാണ്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റി സിംഗിൾ ഹോമോജിനസ് കമ്മോഡിറ്റി വൺ വേയിൽ നിന്ന് വൺ പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷൻ ടു അനദർ പോയിന്റ് ഓഫ് ഡെസ്റ്റിനേഷനിലേക്ക് മൂവ് ചെയ്യുക എന്നതാണ്. അതുപോലെ തന്നെ എന്തായിരിക്കണം, ഡിമാൻഡ് എപ്പോഴും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും മിനിമം ആയിരിക്കണം. ഇനി ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് ഒരു ഓർഗനൈസേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അപ്ലൈ ചെയ്യുന്നത് കോസ്റ്റ് മിനിമൈസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല, ഇറ്റ് ക്യാൻ ഓൾസോ ഹെൽപ്സ് ടു റെഡ്യൂസ് the time, reduce the distances between the destinations, and also to profit maximizing. അല്ലേ? നമുക്കറിയാം കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യും, അതുപോലെ തന്നെ ടൈമും നമുക്ക് സേവ് ചെയ്യാനും എല്ലാത്തിനും സാധിക്കും. സോ ഓൾ ദീസ് ആർ കംസ് അണ്ടർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് ഓർ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, ബട്ട് ദ മെയിൻ ഫോക്കസ് ഈസ് ഓൺലി ടു മിനിമൈസ് ദ കോസ്റ്റ്. Moving to the main assumptions of transportation techniques. The first one is that the total quantity available for distribution is equal to total requirement in different destinations together. എത്രത്തോളം ക്വാണ്ടിറ്റി നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ അവൈലബിൾ ആയിട്ടുള്ള എന്നുണ്ട് ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ടോട്ടൽ റിക്വയർമെൻറ്റ്, ആൻഡ് ദ യൂണിറ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫ്രം വൺ ഒറിജിൻ to a destination is certain, and the unit cost is independent of the quantity transported. The objective is to always to minimize the total transportation cost. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തന്നെ റെഡ്യൂസ് ചെയ്യുക എന്നതാണ്. സോ നമ്മൾ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക് എന്ന് പറഞ്ഞു, അതുപോലെ അതിൻ്റെ അസംഷൻസും പറഞ്ഞു. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ദ ടു ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്. ദർ ആർ ടു ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. വൺ ഈസ് ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആൻഡ് അനദർ ഈസ് അൺബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. സോ വാട്ട് ഈസ് എ ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം? ഇൻ ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ദ ഡിമാൻഡ് must be equal to supply, and in unbalanced transportation problem the demand is not equal to supply. A transportation problem look like this. It includes rows and columns. Then one side it include demand, another side supply.
then source and destination. We have already said transportation include movement of goods from one source to another source or another destination. So there is a movement എന്ന് പറഞ്ഞു. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡിമാൻഡ് എന്ന് പറഞ്ഞത് എപ്പോഴും സപ്ലൈ ആയിട്ട് ഈക്വൽ ആകുമ്പോൾ അതിനെ ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നും, ഡിമാൻഡ് എന്ന് പറയുന്നത് സപ്ലൈ ആയിട്ട് അൺഈക്വൽ ആകുമ്പോൾ അതിന് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്നും പറയും. സോ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ ഡിമാൻഡ് ഓഫ് ദ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആ ഡിമാൻഡ് മസ്റ്റ് ബി ഈക്വൽ ടു സപ്ലൈ ആയിരിക്കണം. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, ദ ഡിമാൻഡ് മസ്റ്റ് ബി ഈക്വൽ ടു സപ്ലൈ. ഹൗ വി വിൽ ഫൈൻഡ് ദ ഡിമാൻഡ് ഈക്വൽ ടു സപ്ലൈ? എങ്ങനെ ഫൈൻഡ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡിൻ്റെ, അതായത് നമുക്ക് റോഡ് താഴെ തന്നിരിക്കുന്നതും കോളത്തിന് താഴെ ഡിമാൻഡ് 200 + 400 + 400 ആ ഒരു സം എന്ന് പറയുന്നതും ഈ സപ്ലൈ എന്ന് പറഞ്ഞിരിക്കുന്ന ഫിഗറിൻ്റെ സം എന്ന് പറയുന്നതും ഈക്വൽ ആകുക എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് വിളിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മസ്റ്റ് ബി ഈക്വൽ. ഇപ്പോൾ ഇവിടെ 200 + 400 + 400 = 1000. ഇതേപോലെ തന്നെ സപ്ലൈ കൂട്ടുമ്പോഴോ 200 + 300 + 500 = 1000. So we have understood that this problem is a balanced transportation problem. Sometimes the transportation problem may not be balanced. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? യെസ്, വി ഇൻക്ലൂഡ് സം ഡമ്മി കോളംസ് ആൻഡ് ഡമ്മി റോസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് റിക്വയർമെൻറ്റ്സ്. അത് നമുക്ക് പിന്നീട് പറയാം. സോ ഇങ്ങനെ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ദ ഡിമാൻഡ് മസ്റ്റ് ബി ഈക്വൽ ടു സപ്ലൈ ആയിരിക്കണം. ഇപ്പോൾ ഡിമാൻഡിൻ്റെ എമൗണ്ട്സുകൾ നമ്മൾ കൂട്ടി നോക്കുക, സപ്ലൈയുടെ എമൗണ്ട്സ് നമ്മൾ കൂട്ടി നോക്കുക. ഇത് രണ്ടും തമ്മിൽ ഈക്വൽ ആണ്, ഒരേ ഫിഗർ ആണ് എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു പ്രോബ്ലമായിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്, in a transportation problem we have to find out first the initial feasible solution and optimum feasible solution. Then generally there are mainly 3 techniques to find out the initial feasible solution. The first one is the northwest corner method, second is the lowest cost entry method, and third is the Vogel's approximation method, or Vogel's approximation method is also known by a short form, that is VAM, VAM. So all these 3 techniques are used to find out the initial feasible solution. In this video lesson we will deal with the first one, that is the northwest corner method. So I will show you how we find northwest corner method. So we are moving to the first method, that is northwest corner method. So what we do? We have to do whether the supply and demand are equal. When the supply and demand are equal, that is called balanced transportation problem. So ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ? സപ്ലൈയും ഡിമാൻഡും ഈക്വൽ ആണോ നോക്കണം. അപ്പോൾ എങ്ങനെ നോക്കും? 7 + 9 + 18 = 34. 5 + 8 + 17 + 14 = 34. So it is a balanced transportation problem. So we can proceed with this problem. So a northwest corner method always proceed with the northwest. So we begins with this cell. We all know that this is a cell. So in this cell the demand is 7 and supply is 5. Which one is less? 5 is less. So we begin with this cell and write 5 in this cell. So here 5 is fully allocated. So it is 0 and remaining 2. And so this we cancel this cell completely. Now the remaining portion is only this portion. Then again we begins with other northwest cell. Here we begins with this cell. Always in a northwest corner method begins with the northwest here. So here only 2 demand and supply is 8. So we allocate 2. So it is completely 0. Remaining 6.
Then remaining cell is this portion. Here the supply is 6 and demand is 9. So which one is less? 6 is less. Where we begin? In the northwest. Yes, here 6. We cancel this completely because becomes 0. Remaining 3. Then remaining portion is this one. Where we begin? Yes, here northwest 4. Which one is less? 3 is less. So 3. Cancel completely 0 and remaining is 4. Now the remaining portion is this one. Here the northwest is this cell 7 and we allocate the lowest digit, that is 4 into this cell 4. And we cancel this 0, 14 and this cell completely. Then here only it is a balanced transportation problem. So in balanced transportation problem, demand equal to supply. Here it's 14. We cancelled it. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു സെല്ലുകളിൽ ഓരോന്നും അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന, നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിയാത്ത, നമ്മൾ ഓരോന്നിനും ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫിഗേഴ്സും കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ ആഡ് ഓൺ ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ലഭിക്കുന്നത്. സോ നമ്മൾ ആദ്യത്തെ സെല്ലിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ 5 into 2 plus 2 into 3 plus 6 into 3 plus 3 into 4 plus 4 into 7 plus 14 into 12 we get 102. സോ നമ്മൾ ആ ബാലൻസ് ആയി നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഗേഴ്സിനെല്ലാത്തിനും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അത് എല്ലാ ഫിഗേഴ്സും മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആഡ് ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ടോട്ടൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് വഴി നമുക്ക് ലഭിക്കുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത്. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൻ്റെ അസംഷൻസ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ 2 types ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഇനീഷ്യൽ ഫിസിബിൾ സൊല്യൂഷൻ. അതിൽ തന്നെ ദ ഫസ്റ്റ് മെത്തേഡ് ദാറ്റ് ഈസ് എ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് അല്ലേ. അപ്പോൾ സോ ഈ ഒരു നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്ന ഫസ്റ്റ് പ്രോബ്ലംസ് അതിൻ്റെ സൊല്യൂഷൻ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ചെയ്തത്. അപ്പോൾ ഐ തിങ്ക് ദാറ്റ് ദ കോൺസെപ്റ്റ് ഇസ് നൗ clear for you. So write this problem in your notebooks and try to solve by yourself, and also find out the answers to this theory questions. What are transportation problem? Explain northwest corner rule. Third one, what are unbalanced transportation problem and how they are resolved. Thank you.